13 വയസ്സ് മുതൽ കയ്യാലപ്പണി തുടങ്ങി അങ്ങനെ കല്ലുപണിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചെറുപ്പത്തിൽ കല്ല് നമുക്ക് കണ്ടപ്പം എനിക്ക് സങ്കടം വന്നു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ആ അമ്മയുടെ സഹായമായിട്ട് അങ്ങ് കൂടി. അങ്ങനെ പാഠപുസ്തകമൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയ പോക്കാം. തമിഴ്നാട്ടിൽ തെങ്കാശിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീടൊന്നും ചെയ്തിടാന്ന് ചോദിച്ചു, അടി മുതൽ മേല് വരെ. നമസ്കാരം. ഒറ്റ കയ്യാല നിർമ്മാണം കൊണ്ട് വൈറലായ ചേട്ടനെ പരിചയപ്പെടാം. കോട്ടയം ഈരാറ്റുപേട്ട മേലമ്പാറ സ്വദേശിയായ രതീഷ് ചേട്ടൻ. ഇടമുറകിലെ സെൻറ്റ് ആൻ്റണീസ് ദേവാലയ മുറ്റത്താണ് അദ്ദേഹം ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. ചേട്ടാ, ഇതിപ്പോൾ ചേട്ടൻ്റെ ഒരു കയ്യാല നിർമ്മാണം അല്ലെന്നറിയാം. ഇപ്പം ഇത് കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുകയാണ്. ചേട്ടൻ എത്ര കാലമായി ഈ ജോലിയിൽ തുടരുന്നു? 13 വയസ്സ് മുതൽ കയ്യാലപ്പണി തുടങ്ങി അങ്ങനെ കല്ലുപണിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലുകെട്ട് മാത്രമല്ലാതെ ഡിസൈൻ വർക്കുകളൊക്കെ ഒത്തിരി അങ്ങനെ തന്നെ സ്വന്തമായിട്ട് പഠിച്ചു തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ മണർകാട്ടെ സാറിൻ്റെ ഡൊമിനിക് സാറിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ വർക്കാണ്. തോമസ് സാറിൻ്റെ ഡോക്ടറെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേരുടെ ലൈജു ചിലങ്ക പുള്ളിയുടെ വർക്കുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ വർക്ക് ഇങ്ങനെ കല്ലുമായിട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം കൂടുതൽ ഡിസൈൻ വർക്കായിരുന്നു ഇഷ്ടം, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അച്ഛൻ്റെ ഒരു കെയർ ഓഫിലും കൈക്കാരുടെ ഒരു കെയർ ഓഫിലും വളരെ സ്നേഹത്തോടെ സഹകരണത്തോടെ ചെയ്ത് എന്നെ സഹായിച്ചു നിന്ന ആൾക്കാരാണ്. ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ മെയിൻ. ഇത്രയും ഫിനിഷിങ്ങിൽ ഇങ്ങനെ സമയം കൂടുതൽ എടുക്കും എങ്ങനെയാണ് ചേട്ടൻ്റെ രീതി? ഞാനും എൻ്റെ രാജീവ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, ചെറുപ്പം പോലെ എൻ്റെ ശിഷ്യനാണ്, എങ്കിലും പണിയൊക്കെ പഠിപ്പിച്ചാൽ കൊടുത്ത ഒരാളാണ്. അയാൾ മാത്രമേ അത്ര നല്ല ക്ലിയറായിട്ട് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ ചേട്ടൻ ചെയ്യുന്ന രീതി, ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെയ്യുന്നവർക്ക് ഒരു ശരാശരി റേറ്റാണ്, ഒരു 10-40 രൂപ 45 രൂപ റേറ്റൊക്കെ വരുന്ന രീതിയിൽ ചെയ്യും. അല്ലെങ്കിൽ ഡിസൈൻ വർക്കാണ് 100-120 രൂപ ഒക്കെ ആകും. പിന്നെ അത്രയും വേണം റിമോട്ട് റണ്ണർ ഗേറ്റൊക്കെ പഠിപ്പിക്കുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇത് എനിക്ക് ഈ അച്ഛൻ്റെ ഇതിലാണ്ട് ആ അച്ഛന് ഇഷ്ടപ്പെട്ട രീതി വേണം എനിക്ക് ചെയ്യാൻ. ഫിനിഷിങ് വരുന്നത് എങ്ങനെയാണ്? ഫിനിഷിങ് ലാസ്റ്റ് ഇതിപ്പം ബെൽറ്റൊന്നും കാണാത്ത രീതി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബെൽറ്റ് ഇങ്ങനെ കാണാം, എല്ലാ 2 സെക്ഷൻ കാണാം. അടിയിൽ ബെൽറ്റുണ്ട്, 6 അടി വീതിയുണ്ട്. അതിൽ ടൈറ്റ് ഫില്ലിങ്ങിൽ ഭയങ്കരമായ വലിയ കല്ലുകളാണ് വെച്ചിരിക്കുന്നത്, എല്ലാം ഫില്ല് ഫില്ലിങ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലാവും, ഈ കൈയൊക്കെ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞപ്പോൾ ഒരു തടസ്സം പോലും ഉണ്ടാവില്ല. അപ്പം അത്രയ്ക്കും ക്ലിയർ ആണ് പണി, ഫിനിഷിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പം ഞാൻ യാദൃശ്യമായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരാൾ വന്നിച്ച് ബിജു പുള്ളിക്കാരൻ വന്നിച്ച് ചേട്ടാ ഒരു വീഡിയോ എടുത്തെന്ന് വെച്ച്. കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുന്നില്ല, അപ്പോൾ എടുത്തോട്ടെന്ന് വിചാരിച്ച് ഞാനവിടെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഫോട്ടോ എടുത്ത സമയത്ത് വന്നിച്ച് ചേട്ടാ എങ്ങനെയുണ്ട്, എന്നാ അതിൻ്റെ എന്താ എന്നൊക്കെ ചോദിച്ചപ്പം ഞാനുള്ള സത്യം അങ്ങ് പറഞ്ഞിച്ചു. അതാണ് വൈറലായത്. ചേട്ടാ എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് വരുന്നത്? ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ അതുപോലെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. അമ്മയായിരുന്നു എന്നെ എല്ലാം. അമ്മ മരിച്ചു കേട്ടു, ക്യാൻസറൊക്കെ ആയിട്ട് മരിച്ചു. അപ്പോൾ അമ്മ ചെറുപ്പത്തിൽ കല്ല് നമുക്ക് കണ്ടപ്പം എനിക്ക് സങ്കടം വന്നു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ആ അമ്മയുടെ സഹായമായിട്ട് അങ്ങ് കൂടി. അങ്ങനെ പാഠപുസ്തകമൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയ പോക്കാം. പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ കല്ലുപണിയായിട്ടും ഞാൻ പുറത്തൊക്കെ പോയി ബോംബെയിലൊക്കെ പോയിട്ടുണ്ട്. ഈ അമ്മ മരണപ്പെട്ട് എത്ര കാലമായി? അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പം ഒരു 9 മാസം വെച്ചും കഴിഞ്ഞുണ്ട്. അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ അസുഖം. അമ്മയെ പരിപാലിക്കുന്ന ഞാനായിരുന്നു. എനിക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടിയായിരുന്നു ഈ മെഡിക്കൽ കോളേജിൽ നിന്ന്. അതിങ്ങനെ അമ്മയുടെ ഇത് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ജോലി കിട്ടിയ 54 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മയുടെ ഈ കുടലിങ്ങനെ പുറത്തായിരുന്നു. ആ പുറത്തെ കുടലിങ്ങനെ ക്ലീൻ ചെയ്ത് അത് 2ാമത് പ്ലാസ്റ്റർ ഒട്ടിച്ച് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ടോ, ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ജോലി കിട്ടിയ ഓസ്ട്രേലിയയിൽ നിന്ന് ഈ ഇതുപോലെ ആളെ നോക്കാനായിട്ട് കിട്ടിയതാ. ഞാൻ പോയില്ല, 54 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ പോയില്ല. എൻ്റെ പെങ്ങളായിരുന്നു എനിക്ക് ഓഫർ ചെയ്തത് പോകാനായിട്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ പോയില്ല. അമ്മ മരിക്കുന്ന വരെയും പോകാൻ. അങ്ങനെ ഞാനും എൻ്റെ അനിയനുണ്ട്. അനിയൻ്റെ പേര് രഞ്ജിത്ത്, മകൻ്റെ പേര് വിഷ്ണു രതീഷ്. മകൻ എറണാകുളത്താണ് ജോലി. പെങ്ങളുടെ പേര് ലതികാദേവി. പെങ്ങളുടെ 2 പിള്ളേരുണ്ട്, സിന്ധോള് സിയോള്. ഒരുപാട് പേര് ചേട്ടനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ. ഞങ്ങളാണെങ്കിലും ഇതിങ്ങനെ കണ്ടാണോ? സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല.
ഇങ്ങനെയൊക്കെ വരുമെന്നും പ്രതീക്ഷിച്ചില്ല. ഓർക്കാപ്പുറത്തൊരാൾ എല്ലാ ദിവസം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ ആൾക്കാർ വന്ന്. അപ്പോൾ ഓർത്ത് ഒരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ പോകുമെന്ന്. രണ്ടാമത്തെ ചേട്ടൻ വന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞ് ബെൽറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിമർശനം പറഞ്ഞു. ഇതെല്ലാം ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് 2 സെക്ഷനായിട്ട് ബെൽറ്റ് കൊടുത്തിരിക്കുന്നത്. റേറ്റ് കൂടുതലുണ്ടോ ചേട്ടാ? എന്തോ റേറ്റ് കൂടുതലുണ്ടോ? അങ്ങനെയില്ല. ഇല്ല. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ട് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടോ? എന്നെ അമേരിക്കയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ദുബായിൽ നിന്നും എൻ്റെ വാട്സാപ്പ് കോളിൽ തന്നെ കിടപ്പുണ്ട് എല്ലാവരും. എൻ്റെ ഡിസൈൻ വർക്കൊക്കെ എൻ്റെ കിടപ്പുണ്ട്. അവനെന്താ പറയുന്നത്? എല്ലാവരും പറഞ്ഞു ചേട്ടന് സമയം ഒക്കുമ്പോൾ തീരുമ്പം ഞങ്ങൾക്കൊന്നും ചെയ്തു തരാമെന്ന് ചോദിച്ചിരിക്കുക. തമിഴ്നാട്ടിൽ തെങ്കാശിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീടൊന്നും ചെയ്തു തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്, അടി മുതൽ മേല് വരെ. അപ്പം ഞാൻ സ്ക്വയർ ഫീറ്റ് റേറ്റിന് വീട് പണി ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ചെയ്യാൻ സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് സാവകാശം നിറയും. ഒരു 10,000-കണക്കിന് ആൾക്കാരല്ലേ വിളിക്കുന്നത്. എൻ്റെ ഫോൺ നിറഞ്ഞിട്ട് സ്വിച്ച് ഓഫ് കൂടി ആയിപ്പോയിരുന്നു. സന്തോഷമായി. സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. പിന്നെ ഈ പുണ്യാളൻ എന്നും വന്ന് കയറി പ്രാർത്ഥിച്ചിട്ടാ യേശുവിനെ പ്രാർത്ഥിച്ചിട്ടാണ് പോരുന്നത്. അതുകൊണ്ട് അച്ഛന് എന്നെ നല്ലൊരു ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ 6:30 ആകുമ്പം പണിക്ക് വരും. 6:30 കഴിയുമ്പോഴും ചായക്കട വന്ന് ചായ കുടിച്ചിട്ട് ആ ഭക്ഷണം കഴിച്ച് നേരെ വന്ന് കയറി കഴിഞ്ഞാൽ പണി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓടോടി മുഴുവൻ ഇദ്ദേഹമാണ്. ഓടോടി പിന്നെ ഞാൻ സെറ്റ് ചെയ്ത് കെട്ടി അത് പിന്നെ 11 മണിയാകുമ്പോൾ ഞങ്ങൾ ചോറുണ്ണും. ആ ഒറ്റ ഭക്ഷണം കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 2:30 ആകുമ്പോഴത്തേക്ക് നിർത്തി പോകും. പോകുമെന്ന് പറഞ്ഞാൽ അതുപോലെ ചൂടാണ്. വേർത്ത് കുളിച്ച് നിൽക്കുമ്പം ഇവിടുത്തെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ മേശിരി നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ചൂട് സാരമില്ല, യേശു ഇല്ലെന്ന് പറയും. എൻ്റെ യേശുവൻ ഇല്ലെന്ന് ചോദിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അതേ പുണ്യാളുണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും. ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം ആ ദൈവമുണ്ട്. എന്തെങ്കിലും ചൂട് കൂടുമ്പം ഓടിപ്പോകാതെ അവിടെ നിന്ന് എൻ്റെ ദൈവം യേശുവേന്ന് വിളിക്കും. അപ്പോൾ യേശുവെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ആ യേശുവൻ വിളിയൊക്കെ അപ്പോൾ ഇതുപോലെ മൂടി വരും, കാറ്റ് വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് കുട്ടപ്പൻ ചേട്ടൻ ഈ കരയിൽ താമസിക്കുന്ന ആളാണ്. തൊട്ടപ്പുറത്താണ്. ഇത് രാജീവ് മേലമ്പാറ. ഇത് ചെരുവിൽ ചേട്ടൻ. ഇത് മരുമോനാണ്. എല്ലാവരും കൂടി ടീമാണ്. എനിക്ക് തുടക്കം മുതൽ ഇതിൻ്റെ പണി ഇത് പൂർത്തീകരിക്കുന്നതിനും വരെയും കൂടെ നിന്ന രാജീവ് മേലമ്പാറ. ഫസ്റ്റ് തുടക്കത്തിൽ ഇവരുണ്ട്. പക്ഷേ മേലമ്പാറയിൽ നിന്ന് എനിക്കൊരു 5-6 പേര് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നവരുടെ പേര് ഞാൻ പറയാം. ഷിജു ജെയിംസ്, ഷിജു, കുഞ്ഞേട്ടന്, സന്തോഷ്, ലോറൻസ് ചേട്ടൻ്റെ വർക്കാണ് ഇത് എടുത്തത്. ഞങ്ങൾ ലോറൻസ് എന്നാണ് ചേട്ടൻ്റെ പേര്. ലോറൻസിൻ്റെ വർക്കൊക്കെ. അതുകൂടാതെ റോയി ഉടമ്പടിയായിരുന്നു. പിന്നെ കുറേ പേരുണ്ടായിരുന്നു പണിക്ക്. എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞ ശേഷം ഞാനും രാജീവും തന്നെയായിരുന്നു. അങ്ങനെ ഏതായാലും ഇപ്പോൾ നമ്മുടെ രതീഷ് ചേട്ടനും കൂട്ടുകാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കയ്യാല നിർമ്മാണത്തിൽ ഈ ഫിനിഷിംഗ് ആണ് രതീഷ് ചേട്ടൻ്റെ മെയിൻ. നമ്മളിപ്പോൾ കണ്ടതാണ് വളരെ ഭംഗിയായിട്ട് ഒരു ശില്പി ആ ശില്പം നിർമ്മിക്കുന്ന മാതൃകയിലാണ് അദ്ദേഹം ഈ കയ്യാല കെട്ട് അത് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ നമ്മളോട് പറയുകയായിരുന്നു. ഓസ്ട്രേലിയയിൽ പോകാൻ അവസരം ലഭിച്ചിട്ടും അദ്ദേഹം അത് നിരസിച്ചു. അമ്മയെ പരിപാലിക്കുന്നതിനായി വീട്ടിൽ തന്നെ നിന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായി മാറിയിരിക്കുകയാണ് ഈരാറ്റുപേട്ടയിലെ ഈ കയ്യാല കെട്ടുകാരൻ. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.